BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. അത്താണിയിലെ പഴയ ദേശീയപാതയുടെ ഭാഗങ്ങൾ മാലിന്യം തള്ളാനുള്ള കേന്ദ്രമായി മാറിയതുപോലെയാണ് അവിടത്തെ കാഴ്ചകൾ. റോഡിന് ഇരുവശവും നിറയെ മാലിന്യം നിറഞ്ഞ അവസ്ഥയാണ്. അങ്കമാലി ആലുവ റോഡിൽ പെട്രോൾ പമ്പ് പരിസരവും ആലുവ അങ്കമാലി റോഡിൽ കുറുന്തലക്കോട്ട് ചിറ ആരംഭിക്കുന്നത് മുതൽ വിമാനത്താവള റോഡ് കവല വരെയുള്ള പഴയ റോഡ് പരിസരങ്ങളിലാണ് നിറയെ മാലിന്യം തള്ളുന്നത്. കുറുന്തലക്കോട് ചിറയുടെ പരിസര ഭാഗത്ത് ദേശീയപാതയുടെ പുറമ്പോക്ക് സ്ഥലമുണ്ട്. ഇവിടെയാകെ കാട് വളർന്നു നിൽക്കുകയാണ്. ഈ കാട്ടിൽ മാലിന്യം തള്ളുന്നതിന് സൗകര്യം ദേശീയപാത അധികൃതർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പരിസരം വൃത്തിയാക്കാതെ കാട് പിടിച്ചു കിടക്കാൻ അനുവദിക്കുന്നതാണ് മാലിന്യം തള്ളാൻ അധികൃതർ തന്നെ ഒരുക്കിയിരിക്കുന്ന സൗകര്യം. വാഹനങ്ങളിലെത്തുന്ന മാലിന്യം പതിയെ വാഹനം നിർത്തി റോഡരികിൽ തള്ളിയിട്ടാൽ പോലും പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽ പതിയാറില്ല. ഈ കാടിന്റെ പിറകിൽ പഴയ റോഡ് നിറയെ പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. നേരത്തെ വ്യാപകമായ പരാതി ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യ കൂമ്പാരം നീക്കം ചെയ്തിരുന്നു. കുറെ കാലത്തേക്ക് ഇവിടെ മാലിന്യത്തിന്റെ ശല്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവിടെ നിക്ഷേപിക്കുന്നതിൽ അധികവും. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ റോഡരികിൽ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് കോട്ടായിൽ റോഡരികിൽ വളർന്നു വന്ന ചെടികൾ വെട്ടിമാറ്റിയപ്പോൾ കണ്ടത് ചാക്കിലും ബാഗുകളിലും കെട്ടി തള്ളിയ മാലിന്യ കൂമ്പാരമാണ്. ഇവ നീക്കം ചെയ്യാൻ ആരും നടപടികൾ സ്വീകരിച്ചിട്ടില്ല. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. വനം വകുപ്പിൽ ഇക്കുറിയും കണ്ണീരോണമുണ്ണാൻ 3000 പേർ. വകുപ്പിലെ വാച്ചർ, ഡ്രൈവർ തസ്തികകളിലുള്ള ദിവസവേതനക്കാർക്ക് ശമ്പളം കിട്ടാതായിട്ട് 8 മാസം. വരുമാനമില്ലാതായതോടെ ഉപജീവനം ചോദ്യചിഹ്നമായവരിൽ 1000-ലേറെയും ആദിവാസികൾ. ശമ്പളത്തിനുള്ള തുക വകയിരുത്തേണ്ട ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഹെഡിലേക്ക് തുക അനുവദിക്കാത്തതായതാണ് പ്രതിസന്ധിക്ക് കാരണം. തുക വകയിരുത്താൻ ആവശ്യപ്പെട്ട് വനം മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പലതവണ ധനവകുപ്പിന് കത്ത് നൽകിയിട്ടും പ്രതികരണമില്ല. ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ബജറ്റ് ഹെഡിൽ പണമില്ലാതായതോടെ സംസ്ഥാനത്തെ വനസംരക്ഷണ പ്രവർത്തനങ്ങളും അവതാളത്തിലാണ്. വാഹനങ്ങൾക്ക് ഇന്ധനമടിക്കാനുള്ള പണം പോലും ഇല്ലാതെ വലയുകയാണ് വനം ഓഫീസുകളുടെയും സ്റ്റേഷനുകളുടെയും മേൽനോട്ടക്കാരായ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ കാട്ടുതീ സീസണിൽ ജോലിക്ക് നിയമിച്ച ദിവസവേതനക്കാർക്കുൾപ്പെടെ ശമ്പളം കിട്ടിയിട്ടില്ല. പ്രതിദിനം 675 മുതൽ 730 രൂപ വരെയാണ് ഇവരുടെ ശമ്പളം. മാസം പരമാവധി 26 തൊഴിൽ ദിനങ്ങളാണ് ലഭിക്കുക. കഴിഞ്ഞ വിഷുവും ഈസ്റ്ററും പെരുന്നാളുമെല്ലാം പട്ടിണിയിലാണ് ഇവർ തള്ളി നീക്കിയത്. കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പോലും പലരുടെയും കയ്യിൽ പണമുണ്ടായിരുന്നില്ല. പ്രതിമാസം 25,000 മുതൽ 30,000 രൂപ വരെ ഓരോ ഫോറസ്റ്റ് സ്റ്റേഷനും ചെലവുണ്ട്. വാഹനങ്ങൾക്കുള്ള ഇന്ധനം, ഓഫീസ് സ്റ്റേഷനറി, വനസംരക്ഷണം, ഫയർലൈൻ തെളിയിക്കൽ, മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം നടക്കേണ്ടത് ഈ ബജറ്റ് ഹെഡിൽ അനുവദിക്കുന്ന തുക കൊണ്ടാണ്. മാസങ്ങളായി സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത ഈ ചെലവുകൾക്കുള്ള തുക കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ ബില്ലുമാറി നൽകാതായിട്ടും 1 വർഷത്തോളമായി. കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാളെ മുതൽ കോർപ്പറേഷനിൽ ഡിവിഷൻ തല അദാലത്തുകൾ ആരംഭിക്കും. കോർപ്പറേഷൻ മെയിൻ ഓഫീസിലും സോണൽ ഓഫീസുകളിലുമായാണ് ഡിവിഷൻ തല അദാലത്തുകൾ നടക്കുക. ഓരോ ഡിവിഷനും അനുവദിച്ച തീയതികളിൽ അതത് ഓഫീസുകളിൽ അദാലത്തുകളിൽ പങ്കെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് മേയർ M. അനിൽകുമാർ അറിയിച്ചു. സ്മാർട്ട് വഴി ഓൺലൈനായി കെട്ടിട നികുതി അടയ്ക്കാനുള്ള സൗകര്യമുണ്ടെങ്കിലും എല്ലാ കെട്ടിടങ്ങളും വിവരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. സ്മാർട്ടിൽ ഉൾപ്പെടുത്താത്ത കെട്ടിടങ്ങളുടെ നികുതി ഓൺലൈനായി അടയ്ക്കാൻ കഴിയില്ല. ഓൺലൈനായി നികുതി അടയ്ക്കാൻ കഴിയാത്ത കെട്ടിടങ്ങളുടെ വിവരങ്ങൾ അദാലത്തിൽ പങ്കെടുത്ത് സ്മാർട്ടിൽ ഉൾപ്പെടുത്താം. സെപ്റ്റംബർ 30 വരെ ഇത്തരത്തിൽ സ്മാർട്ടിൽ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കും. കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാർ ഉൾപ്പെടെ ആവശ്യത്തിന് ജീവനക്കാരെ സോണൽ ഓഫീസുകളിൽ നിയോഗിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിൽ 2 അർദ്ധ വർഷങ്ങളിലാണ് കെട്ടിട നികുതി ഈടാക്കുന്നത്. ആദ്യ അർദ്ധവർഷത്തിലെ നികുതി സെപ്റ്റംബറിനുള്ളിലും രണ്ടാം അർദ്ധവർഷത്തിലെ നികുതി മാർച്ചിനുള്ളിലും അടയ്ക്കണം. വിദേശികളടക്കം ഒട്ടേറെ വിനോദസഞ്ചാരികൾ എത്തുന്ന അഴിമുഖയോരത്തെ ഫോർട്ട് വൈപ്പിൻ നടപ്പാത തകർച്ച നേരിട്ടിട്ട് 3 വർഷം. ചുവപ്പ് പരവതാനി വിരിച്ച പോലെ മനോഹരമായ നടപ്പാത പലയിടങ്ങളിലും തകർന്നു. വെള്ളം അടിച്ചുകയറി നടപ്പാതയ്ക്കിടയിലെ കരിങ്കൽ ഭിത്തി ഇളകി. കുട്ടികൾക്കായി നിർമ്മിച്ച പാർക്കും നഗരത്തിലെ വക്കിലാണ്. ടൂറിസം വകുപ്പ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഇവ പിന്നീട് അറ്റകുറ്റപ്പണി നടത്തിയില്ല. കളക്ടർ ചെയർമാനായ കൊച്ചിൻ ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി ഈ അറ്റകുറ്റപ്പണി CSML ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ കത്ത് നൽകിയിരുന്നു. ഫുഡ് കൊച്ചി പൈതൃക നഗര നവീകരണ
നവീകരണ പദ്ധതിയുടെ ഭാഗമായി ഫോർട്ട് വൈപ്പിനെയും ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം. ശുചിമുറി സമുച്ചയം, ഫീഡിംഗ് റൂം, റോറോ യാത്രക്കാർക്ക് ഇരിപ്പിടം എന്നിവയും നിർദ്ദേശിച്ചിരുന്നു. അതേസമയം ഫോർട്ട് വൈപ്പി നവീകരണത്തിനായി പദ്ധതിയൊന്നും നിർദ്ദേശിച്ചിട്ടില്ലെന്നാണ് CSML പറയുന്നത്. വിവരാവകാശ നിയമം അനുസരിച്ച് വൈപ്പിൻ ജനകീയ കൂട്ടായ്മ ജനറൽ കൺവീനർ ജോണി വൈപ്പിന് നൽകിയ മറുപടിയിലാണ് വെളിപ്പെടുത്തൽ. അറ്റകുറ്റപ്പണിക്കായി ഉയരുന്ന മുറവിളി കൊച്ചി കോർപ്പറേഷനും CSMLും അവഗണിക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയരുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് വീണ വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. കൊങ്ങോർപ്പള്ളി കളപ്പുരയ്ക്കൽ വീട്ടിൽ ശിരോഷ് കുമാർ സിമി ദമ്പതികളുടെ മകൾ അനാമികയ്ക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കൊങ്ങാർപ്പള്ളി കവലയ്ക്ക് സമീപത്തെ വളവിൽ ബസ് വീശിയെടുത്തപ്പോൾ വിദ്യാർത്ഥിനി റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. ബസിന്റെ വാതിൽ അടയ്ക്കാത്തതാണ് വീഴാൻ കാരണമെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. തലക്കിടിച്ച് വീണ അനാമിക അബോധാവസ്ഥയിലെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ബസിന് പിറകെ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട്. കഴുത്തിനും നടുവിനും കാലിനും ശരീരത്തിന്റെ പല ഭാഗത്തും പരിക്കേറ്റു. പറവൂർ പുല്ലംകുളം സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് അനാമിക. രക്ഷിതാക്കൾ പരാതി നൽകി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.